മൂവാറ്റുപുഴ കദളിക്കാട് വാഹന പരിശോധനയ്ക്കിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ്ഐയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി. ഗുരുതരമായി പരിക്കേറ്റ എസ്ഐ മുഹമ്മദിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയുന്നു. പുഴ ഭാഗത്തേക്ക് പെട്രോളിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ വഴിയാഞ്ചലെത്തിയപ്പോൾ ഒരു സാൻഡ്രോ ബ്ലാക്ക് കാറ് റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് രണ്ട് പിള്ളേരെന്തോ കൈമാറണം അവിടെ തോന്നി. വണ്ടി പാസ് ചെയ്തത് വണ്ടിയുടെ ഇറക്കി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് താക്കോൽ ഓഫ് ചെയ്യണമെന്ന് ഇറങ്ങിയൊരു കാര്യം ചോദിക്കാനാണ് നടത്തി. അപ്പോൾ നേരെ വണ്ടി റിവേഴ്സ് ഫുള്ള് ലെഫ്റ്റിലേക്ക് എടുത്ത് റിവേഴ്സിൽ ഒറ്റ അടിക്കുക. ഡ്രൈവർ സൈഡിലിരുന്ന എൻ്റെ കാലേക്കൂടെ ആദ്യം കയറി. കാലേക്കൂടെ കയറിയപ്പോൾ ഞാൻ വീണു. പിന്നെ വലത് തുടയെക്കൂടെ കയറി ഇങ്ങനെ ഈ ഷോൾഡർ ഈ ചെസ്റ്റിൻ്റെ ഇതിൽ കൂടെ കൈയുടെ ഇതിൽ കൂടെ കയറി ഈ കൈയുടെ ഇതിൽ കൂടെ കയറി വണ്ടി അത് കറങ്ങി ഇവിടെ ഈ ചെസ്റ്റിൻ്റെ കൂടെ കയറി കഴിഞ്ഞിട്ട് ജാമായിട്ടുണ്ട്. ഒരുത്തിന് ഇറങ്ങി താഴത്തേക്ക് ആ മണിയന്തര ഭാഗത്തേക്ക് ഓടി ആൾക്കാരും കുറച്ചൊക്കെ അതിൻ്റെ പുറകെ എത്തിയിട്ടുണ്ടായിരുന്നു. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ ടെലിഫോൺ വിളിച്ചിരുന്നു. ലാൽകൃഷ്ണൻ, ഈ എസ് ഐയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ കാലുകളിലൂടെയാണോ വണ്ടി കടന്നുപോയത്? എങ്ങനെയാണ്? ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? സത്യൻ, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ഒരു സാൻഡ്രോ കാറാണ് ഈ അപകടത്തിന് കാരണമാക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു വലിയ സംഭവം ഉണ്ടാക്കിയത്. അതൊരുപക്ഷെ ഒരു വലിയ വാഹനമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെ പറയണം. കല്ലൂർക്കാട് എസ് ഐ ആയിട്ടുള്ള മുഹമ്മദ് EM എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. വാഹന പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്, പട്രോളിങ്ങിന് വേണ്ടിയിട്ട് വൈകിട്ട് 3 മണിക്ക് ശേഷം ഇറങ്ങിയതാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥനും കൂടി. അപ്പോഴാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കാറ് സമീപത്ത് നിൽക്കുന്നത് കണ്ടത്. അവരെന്തോ പൊതി കൈമാറുന്നത് കണ്ടതിനെ തുടർന്നാണ് ആ വാഹനം പരിശോധിക്കാം എന്ന തീരുമാനം കിട്ടിയത്. പോലീസ് വാഹനം കുറുകിയിട്ട് ഈ വാഹനം പരിശോധിക്കാൻ എത്തിയപ്പോൾ തന്നെ ഡ്രൈവിംഗ് സീറ്റിന് അപ്പുറത്തെ സീറ്റിലുണ്ടായിരുന്ന ഒരാള് കാറിൽ നിന്നിറങ്ങി ഓടുകയുണ്ടായി. തൊട്ടു പിന്നാലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ ഉടനെ ഈ കാർ റിവേഴ്സ് ഗിയറിലിട്ട് ആ കാറിന്റെ ഡ്രൈവർ ആയിരുന്ന ഇയാളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. എസ് ഐയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. താഴെ വീണ എസ് ഐയുടെ കാലിലൂടെയാണ് ആദ്യം കാർ കയറി ഇറങ്ങിയത്. തുടർന്ന് കാർ വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ തന്നെ കയറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ വലത് കാലിന് 2 ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. നെഞ്ചിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. കയ്യിലെ തൊലിയെല്ലാം പൂർണ്ണമായി പോയ നിലയിലാണ്. അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായി പരിശോധിക്കേണ്ടതുണ്ട്. 2 യുവാക്കളാണ് ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ആ സമയത്ത് നാട്ടുകാരുടെ കൂടി ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടായിരിക്കുക എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ലാൽകൃഷ്ണനാണ് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേർന്നത്. കദളിക്കാട് സബ് ഇൻസ്പെക്ടറുടെ കാലുകൾക്ക് മുകളിലൂടെ കാറ് കയറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.